അങ്ങനെ സച്ചി ലച്ചുവിൻ്റെ അടുത്ത് ഇഷ്ടം തുറന്ന് പറയുന്ന ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എല്ലാവരും കൂടി ഒരു അമ്പലത്തിലേക്ക് പോവാണ്. അവിടെ വെച്ച് ലച്ചുവിൻ്റെ ചേട്ടൻ സഞ്ജുവിനെ കാണുകയും കള്ള് കുടിച്ചുകൊണ്ട് കവിതയുടെ മുമ്പിൽ വെച്ച് സഞ്ജുവിനെ എൻ്റെ അളിയനാണെന്നും കോടീശ്വരനാണെന്നും പറഞ്ഞ് എല്ലാവരെയും പരിചയപ്പെടുത്താണ്. ആ സമയത്ത് കവിത ഉള്ളതുകൊണ്ട് അത് ആരാണെന്നൊന്നും അറിയാത്ത രീതിയിലാണ് സഞ്ജു സംസാരിക്കുന്നത്. അപ്പോൾ കവിതയ്ക്ക് എന്തൊക്കെയോ ഒരു സംശയം തോന്നാണ്. ശേഷം സച്ചി ലച്ചുവിൻ്റെ അടുത്ത് കുറച്ച് സംസാരിക്കാനുണ്ടെന്നും പറയാണ്. അങ്ങനെ ലച്ചുവിൻ്റെ അടുത്ത് സംസാരിക്കുകയാണ് സച്ചി. സഞ്ജുവിൻ്റെ ബിസിനസ്സിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അതുവരെ എനിക്ക് ഒരു കല്യാണമേ വേണ്ട എന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ആ തീരുമാനത്തിൽ നിന്ന് എന്നെ മാറ്റിയത് അമ്മുവാണ്. എന്താ കാരണം എന്നൊന്നും എനിക്കറിയില്ല. അമ്മുവിനെ ആദ്യമായി കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് അമ്മു എന്താ ഒന്നും പറയാത്തതെന്ന്. അപ്പോൾ അമ്മു ദേഷ്യത്തോടെ പറയാണ്, ഒരു സുഹൃത്തിനെ പോലെയാണ് ഞാൻ സച്ചിയെ കണ്ടത്. നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാക്കി എന്നെ മറക്കണം എന്നും പറയാം. വിവാഹം കഴിഞ്ഞതാണെന്നും ഭർത്താവിനെ മറന്നുകൊണ്ട് എനിക്ക് നിങ്ങളെ സ്നേഹിക്കാൻ കഴിയില്ല. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, നമ്മുടെ വിവാഹം കഴിഞ്ഞാൽ അമ്മുവിൻ്റെ ഭർത്താവ് തിരിച്ചു വരുമെന്ന് ഓർത്തിട്ടാണോ എന്നെ ഇഷ്ടമില്ലാത്തത് എന്ന് പറയുന്നതെന്ന്. അപ്പോൾ ഈ കാര്യത്തിൽ സഞ്ജു എനിക്ക് പ്രോമിസ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് പരിഹരിക്കുമെന്ന്. അമ്മുവിൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് സമ്മതം വാങ്ങി തരാമെന്ന് സഞ്ജു പറഞ്ഞിട്ടുണ്ടെന്ന് പറയാണ്. അത് കേട്ട് അമ്മു പറയുന്നുണ്ട്, എൻ്റെ അദ്ദേഹം ഞാൻ എവിടെയാണെന്നുണ്ടെങ്കിലും എൻ്റെ രക്ഷയ്ക്ക് അദ്ദേഹമുണ്ട്. അതുകൊണ്ട് ഇനി ഈ വിവാഹം കാര്യം പറഞ്ഞ് എൻ്റെ മുമ്പിൽ വരരുത് എന്നും പറഞ്ഞ് ദേഷ്യപ്പെടാണ് സച്ചിയുടെ അടുത്ത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, കൂടെ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.